ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കോൺഫ്ലവർ ഹൽവ. ആദ്യം നമുക്കിതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അരക്കപ്പ് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം, 4-5 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഫുഡ് കളർ, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ്. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അല്പം നെയ്യ് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഈ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറും 1.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി കൂടി പോകരുത്. ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയതും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ കുറേ സമയം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ ഗ്ലാസി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. കോൺഫ്ലവർ ഹൽവയ്ക്ക് ഒരു റബ്ബറി കൺസിസ്റ്റൻസിയാണ്. ആ കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ മിനിമം 45 മിനിറ്റ് എടുക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗ്ലാസി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് മുഴുവനും അബ്സോർബ് ആവുന്നവരെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത നെയ്യ് മുഴുവനും ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റേജ് വരുമ്പോൾ ഹൽവ നെയ്യ് അബ്സോർബ് ചെയ്യാത്തൊരു സ്റ്റേജ് വരും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ടോട്ടലി ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നട്ട്സ് ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് അബ്സോർബ് ആവാതെ ഹൽവയുടെ പുറത്ത് നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൽവയുടെ കൺസിസ്റ്റൻസിയും നമുക്ക് റബ്ബർ പോലെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഹൽവ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ ഹൽവ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഈസി ആയിട്ടുള്ള കോൺഫ്ലവർ ഹൽവ അല്ലെങ്കിൽ ബോംബെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്
മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.